നമസ്കാരം. മെയ് മാസം പകുതിയിലേക്ക് നാം കടക്കുവാൻ പോവുകയാണ്. രണ്ടാം പകുതിയിലേക്ക് കടക്കാൻ പോവുകയാണ് എന്ന് പറയാം. ഈ സമയം ഗ്രഹനില പ്രകാരം ചില നക്ഷത്ര ജാതകർക്ക് വളരെ ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ ചില കാര്യങ്ങൾ ഈ സമയം നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഏപ്രിൽ 14, 15, 16, 17, 18 എന്നീ ദിവസങ്ങളിൽ വളരെ അനുകൂലമായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. രാശിപ്രകാരമുള്ള ഫലങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇതിൽ ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് കർക്കിടക കൂറാകുന്നു. കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമാണ്. ഈ 5 ദിവസങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ആസൂത്രണം ചെയ്ത് പല കാര്യങ്ങളും ശരിയായ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ജോലി കൃത്യമായ സമയത്ത് തന്നെ പൂർത്തീകരിക്കുവാനും തന്മൂലം നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ബന്ധുക്കൾ മാത്രമല്ല, സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ സഹപ്രവർത്തകരോ വേണ്ടപ്പെട്ട മറ്റു വ്യക്തികളോ ആയി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും അതീവ ശ്രദ്ധ പുലർത്തുവാനും തന്മൂലം പല നേട്ടങ്ങളും സ്വന്തമാക്കുവാനും നഷ്ടങ്ങൾ ലഘൂകരിക്കുവാനും അഥവാ കുറയ്ക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന അകൽച്ച അത് ബന്ധുക്കളുമായോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലി ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ ജോലി സ്ഥലത്ത് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളിലും സംതൃപ്തി നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം. ഉദ്യോഗക്കയറ്റം, ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം എന്നിവ വന്നു ചേരാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ള പല കാര്യങ്ങളും അത് ശരിയായ രീതിയിൽ ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് നേട്ടങ്ങൾ ഇരട്ടിക്കും എന്നതാണ് വാസ്തവം. ഇവരുടെ ജീവിതത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി സംഭവിക്കാം. ഉത്സാഹം വർദ്ധിക്കും എന്ന് തന്നെ പറയാം. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ആഗ്രഹിച്ചതായ ചില കരാറുകൾ നേടിയെടുക്കുവാനോ അല്ലെങ്കിൽ അനുകൂലമായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്ന ഒരു സമയമാകുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസത്തിനോ ബിസിനസ്സിനോ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. അധിക വരുമാനങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ, പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലെ തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ടും സഹകരണം, പിന്തുണ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. പ്രണയികൾക്കും അനുകൂലമാണ് സമയം. ദാമ്പത്യ ജീവിതം കൂടുതൽ സന്തോഷകരമായി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങൾക്ക് പൊതുവെ അനുകൂലമായ സമയമാകുന്നു. തീർച്ചയായും അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഇഷ്ടദേവതയെ ഈ സമയം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ഇഷ്ടദേവതാ ക്ഷേത്രത്തിലും സാധിക്കുന്നവർ കുടുംബക്ഷേത്രത്തിലും ദർശനം നടത്തുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങക്കൂർ ആകുന്നു. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്നതായ ഒരു സമയമാകുന്നു. കൂടാതെ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഗ്രഹനില പ്രകാരം ഇപ്രകാരമാണ് പറയുവാൻ സാധിക്കുന്നത്. കൂടാതെ മറ്റു ചില കാര്യങ്ങളും അനുകൂലമായി ഭവിക്കാം. വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനോ അല്ലെങ്കിൽ അനുഭവിക്കുന്നതായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാനോ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആശങ്ക നിങ്ങളിൽ നിഴലിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ അത്തരം കാര്യങ്ങൾ പരിഹരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സ്വാധീനമുള്ള ചില വ്യക്തികളുടെ സഹായത്തോടെ ഈ സമയം പല രീതിയിലുള്ള അനുകൂലമായ കാര്യങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ, പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്.
കൂടാതെ ഈ സമയം തൊഴിൽ രഹിതരായ വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാം. തൊഴിൽ മാറാം, അല്ലെങ്കിൽ തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യത വർദ്ധിക്കും. വിദേശത്തേക്ക് പോകുവാനുള്ള ചില കാര്യങ്ങൾ അനുകൂലമായി തീരും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സഹകരണവും പിന്തുണയും വർദ്ധിക്കുന്നതായ ഒരു സമയം കൂടിയാകുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായ ചിന്തകൾ വർദ്ധിക്കുകയും തന്മൂലം നേട്ടങ്ങൾക്കുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്ന് പറയാം. അതിനാൽ തന്നെ ചിങ്ങക്കൂറുകാർക്ക് ഈ സമയം അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്ന സമയമാകുന്നു. അധ്യാപന മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമാണ് സമയം. കൂടാതെ ഈ സമയം വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ വാർത്തകൾക്കുള്ള സാധ്യതകൾ വന്നു ചേരാം. കുടുംബവുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ സഹോദരങ്ങളിൽ നിന്നോ മറ്റ് വേണ്ടപ്പെട്ട വ്യക്തികളിൽ നിന്നോ പിന്തുണ അല്ലെങ്കിൽ പല രീതിയിലുള്ള സാമ്പത്തികപരമായ സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. സാമ്പത്തികം തന്നെയാകണം എന്നില്ല, മറ്റു രീതിയിലുള്ള സഹായങ്ങളും പ്രതീക്ഷിക്കാവുന്നതുമാണ്. പ്രണയ പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, ബന്ധം ശക്തമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ദാമ്പത്യ ജീവിതവും സന്തോഷകരമായി തുടരും എന്ന കാര്യവും ഓർക്കുക. അത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുന്നതായ ഒരു സമയമാകുന്നു. ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഈ സമയം ധനപരമായ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അത് ഒഴിഞ്ഞു പോകുവാൻ അല്ലെങ്കിൽ അയവ് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത്തരം ചില കാര്യങ്ങളും സംഭവിക്കാം. ഈ സമയം പൊതുവെ നിങ്ങൾക്ക് അനുകൂലമാണ്. ഇഷ്ടദേവതയെ ഈ സമയം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതും ഇഷ്ടദേവത മന്ത്രങ്ങൾ ജപിക്കുന്നതും അതോടൊപ്പം ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം കൂടി നടത്തുക. അതോടൊപ്പം സാധിക്കുന്നവരാണ് എങ്കിൽ കുടുംബദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഇനി സാധിക്കുന്നില്ല എങ്കിൽ കുടുംബദേവതയെ നിത്യവും പ്രാർത്ഥിക്കുക. കന്നിക്കൂറാണ് മറ്റൊരു രാശി. എന്നാൽ കന്നിക്കൂറിൽ വരുന്ന അത്തം നക്ഷത്രക്കാർക്ക് അത്ര ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരാത്ത ഒരു സമയം കൂടിയാണ്. എന്നിരുന്നാൽ പോലും ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന ദിവസങ്ങളാകുന്നു. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ പുരോഗതി വന്നു ചേരും. തൊഴിലുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ്. ഈ സമയം തീർച്ചയായും ബിസിനസ് പരമായ നേട്ടങ്ങൾ വന്നു ചേരാം. പുരോഗതിക്ക് അനുകൂലമായ പല കാര്യങ്ങളും സംഭവിക്കും എന്ന കാര്യവും ഓർക്കുക. പല ശ്രമങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. പരീക്ഷകളും മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ ഒരു സമയമാകുന്നു. വിജയങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിൽ പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വളരെ അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ശ്രമങ്ങൾ പരിശ്രമിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ഈ സമയം ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, വിഷമങ്ങൾ എന്നിവ വഴിമാറി പോകുന്നതായ സമയമാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നതായ സമയമാണ്. ജോലി മാറുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണ് എങ്കിൽ അനുകൂലമായ ചില കാര്യങ്ങൾ വന്ന് ഭവിക്കാം. എന്നാൽ നിലവിലെ ജോലിയിൽ നിന്നുകൊണ്ട് മാത്രമേ ഈ ശ്രമങ്ങൾ നടത്തുവാൻ പാടൂ എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക്, അതായത് ഈ 5 ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ്. അതിനാൽ ധനപരമായ നേട്ടങ്ങൾ പോലും വന്നു ചേരാം. എന്നാൽ ചെലവുകൾ നിയന്ത്രിക്കുക എന്ന കാര്യം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതായ സമയമാകുന്നു. എന്നാൽ ബന്ധങ്ങളുടെ കാര്യം എടുക്കുകയാണ് എങ്കിൽ തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബന്ധങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. സ്നേഹവും ഐക്യവും നിങ്ങൾക്ക് ഈ സമയം വന്നു ചേരാം. പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ദാമ്പത്യ ജീവിതം കൂടുതൽ മനോഹരമായി തീരും എന്ന് തന്നെ പറയാം. അതിൻ്റെ അർത്ഥം തർക്കങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെയാകുന്നു. കൂടാതെ ആരോഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ആരോഗ്യപരമായ നേട്ടങ്ങൾ പോലും വന്നു ചേരാം. എന്നാൽ ഈ സമയം നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അനുകൂലമായ കാര്യങ്ങൾ തട്ടിത്തെറിച്ച് പോകാതിരിക്കുവാൻ
ഇഷ്ടദേവതയെ ഈ സമയം പ്രാർത്ഥിക്കുന്നതും ഇഷ്ടദേവത മന്ത്രങ്ങൾ ജപിക്കുന്നതും ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ നിർബന്ധമായും ദർശനം നടത്തുക എന്ന കാര്യവുമാകുന്നു. എന്നാൽ ഈ സമയം കുടുംബദേവതയെ കൂടി ആരാധിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. കുടുംബദേവതാ ക്ഷേത്രത്തിൽ പോകുവാൻ സാധിച്ചില്ല എങ്കിൽ തീർച്ചയായും കുടുംബദേവതയെ നിത്യവും പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമായി തീരും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ധനു രാശിയാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമായ ദിവസങ്ങളാണ് എന്ന് പറയാം. ഈ 5 ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ പ്രത്യേകിച്ചും നൽകും. ഈ സമയം ജോലികൾ ശരിയായ രീതിയിൽ പൂർണ്ണതയോടെ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഉത്സാഹത്തോടെ പ്രവർത്തിക്കുവാനും തന്മൂലം നേട്ടങ്ങൾ വർദ്ധിപ്പിക്കുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം സുഹൃത്തിൻ്റെയോ സ്വാധീനമുള്ള വ്യക്തിയുടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ടും പല കാര്യങ്ങളും അനുകൂലമാക്കുവാൻ, ജോലികൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ചും വിദേശത്ത് ജോലി ലഭിക്കുവാനുള്ള സാധ്യതകളോ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയോ അത് വിജയത്തിൽ കലാശിക്കുകയോ ചെയ്യാം. കൂടാതെ ഈ സമയം വിദ്യാർത്ഥികൾക്കും കലാകാരന്മാർക്കും അനുകൂലമാണ് സമയം. ചില അനുകൂലമായ കാര്യങ്ങൾ, വാർത്തകൾ കേൾക്കാം. സാമ്പത്തികപരമായ നേട്ടങ്ങളും ഈ സമയം പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ സമയം അമിതമായ ചെലവുകളാൽ വന്നു ചേർന്നിരിക്കുന്ന സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ വന്നു ചേരാം. അതിനാൽ ചെലവ് നിയന്ത്രിക്കുക അഥവാ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക എന്ന കാര്യം നിങ്ങൾ ചെയ്യണം. സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് പല കാര്യങ്ങളും സ്വന്തമായി വാങ്ങുവാൻ സാധിക്കും. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും സ്വന്തമായി വാങ്ങുവാൻ അല്ലെങ്കിൽ സമ്മാനമായെങ്കിലും ലഭിക്കുവാൻ സാധ്യത ഉണ്ട് എന്ന കാര്യവും ഓർക്കുക. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം സ്നേഹബന്ധങ്ങൾ വളരെ ദൃഢമാകും. പ്രണയികൾക്കും അനുകൂലമാണ്. പ്രണയബന്ധമുണ്ട് എങ്കിൽ വിവാഹത്തിലേക്കോ അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കോ കടക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം നിങ്ങൾ ശ്രമിക്കുന്നതായ കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുകയും തന്മൂലം നേട്ടങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. ഈ സമയം സന്തോഷകരമായ വാർത്തകൾ നിങ്ങളെ തേടിയെത്താം. നിങ്ങളുടെ മനസ്സിന് സന്തോഷം വരുന്നതായ കാര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാകുന്ന സമയമാകുന്നു. എന്നാൽ തീർച്ചയായും നിങ്ങൾ ഇഷ്ടദേവതയെ ഈ സമയം പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. കൂടാതെ ഇഷ്ടദേവത മന്ത്രങ്ങൾ ജപിക്കുകയും ഇഷ്ടദേവതയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വിശേഷം തന്നെയാകുന്നു. കൂടാതെ കുടുംബദേവതയെ ആരാധിക്കുന്നതും കുടുംബദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ്. എന്നാൽ അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ കുടുംബദേവതയെ നിത്യവും വിളക്ക് തെളിയിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും.